ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ? പക്ക ഗ്രാമപ്രദേശത്ത് നിന്നുകൊണ്ട് ഒരു പച്ചപ്പിന്റെ നടുക്ക് നിന്നുകൊണ്ട് നമ്മൾ ഒരു ഇൻഡോ ചൈനീസ് റെസിപ്പിയുടെ ഇൻട്രോ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു സ്ഥലത്തിന്റെ ഭംഗി നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. നെൽപ്പാടങ്ങളൊക്കെ നെല്ല് കതിരിട്ട് തുടങ്ങുന്നുണ്ട്. നെൽക്കതിരായി വന്നിട്ടില്ല, കൃഷി ചെയ്തിട്ട് നെല്ല് കതിരിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ആ ഒരു സ്റ്റേജിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല പച്ചപ്പാണ്. അപ്പോൾ ഇതുവഴി പാസ് ചെയ്തോ. ഇപ്പോൾ എന്തായാലും ഒരു ഇൻട്രോ ഒക്കെ എടുത്തിട്ട് പോയില്ലെങ്കിൽ അത് മോശമായി പോയില്ലേ, നല്ലൊരു വ്യൂ നമുക്ക് നഷ്ടമായി പോയില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ചെയ്യാൻ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ നോൺ വെജ് പെർമിറ്റഡ് ആയിട്ടുള്ള സ്കൂളുകളാണെങ്കിൽ കൊടുത്തുവിടാൻ പറ്റിയ റെസിപ്പിയാണ്. ഇതുപോലെ റാപ്പായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ബോൺലെസ് ചിക്കൻ യൂസ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു വെജിറ്റേറിയൻ വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ നോക്കുകയാണെങ്കിൽ വെജിറ്റേറിയൻ വേർഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മഷ്റൂം മഞ്ചൂരിയൻ ഏത് വെജിറ്റബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ മഞ്ചൂരിയൻ റെസിപ്പി ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് വെജിറ്റബിൾ മഞ്ചൂരിയൻ ചെയ്യാം, അതുപോലെ തന്നെ ചിക്കനും മഷ്റൂമിലും പ്രോൺസിലും എല്ലാത്തിലും മഞ്ചൂരിയൻ റെസിപ്പീസ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ചിക്കനാണ് ചെയ്യുന്നത് മാത്രം. ഇതിനു മുന്നേ ഞാൻ ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ നോക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചില്ലി ചിക്കന്റെ പീസിനേക്കാൾ കുറച്ചുകൂടി വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചില്ലി ചിക്കന്റെ പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചാലും കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കോൺഫ്ലവർ, മൈദപ്പൊടി, മുട്ട, കാശ്മീരി ചില്ലി പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വിനീഗർ, അതുപോലെ തന്നെ സോയ സോസ്, ഉപ്പ്. ഇതില് ഈ കാശ്മീരി ചില്ലി പൗഡർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. നമ്മുടെ ചിക്കൻ മഞ്ചൂരിയന് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ പെപ്പർ പൗഡർ ഇപ്പോൾ ചേർക്കുന്നില്ല, കറി ആക്കുമ്പോഴേ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ആ ഒരു ബ്രൗൺ ഷെയ്ഡായി വന്നു പോകും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചേർക്കാത്തത്. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കനിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം, 1 ടീസ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ വിനീഗർ അധികം ചേർക്കേണ്ട ആവശ്യമില്ല. വിനീഗറിന് പകരം നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ, മൈദപ്പൊടി, നമ്മളിപ്പോൾ ചേർത്ത സോയ സോസിൽ ഉപ്പുണ്ട്. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങിച്ചതാണ്, അപ്പോൾ അതിൽ ഉപ്പുണ്ട്. അപ്പോൾ ചിക്കനിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഗ്രേവിയിൽ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. സോയ സോസിന്റെയും ആ മുട്ടയുടെയും വിനീഗറിന്റെയും എല്ലാം ആ ഒരു നനവ് വരുമ്പോൾ കറക്റ്റായിട്ട് മിക്സ് ആയിക്കോളും. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഗ്രേവി റെഡിയാക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ ചിക്കൻ മഞ്ചൂരിയന് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. നമ്മൾ 4 സവോള ചെറുതായിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് സ്പ്രിംഗ് ഓണിയൻ ആണ്. സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ പച്ചമുളക് കട്ട് ചെയ്തത്, പഞ്ചസാര, നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, പെപ്പർ പൗഡർ. പിന്നെ ഇതിലേക്ക് ഫുഡ് കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം, പെർമിറ്റഡ് ഫുഡ് കളർ ചേർക്കാം. കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിന് പകരമായിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വിനീഗർ, സോയ സോസ്, ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ റെഡ് ചില്ലി സോസ്. ഞാനപ്പോൾ എല്ലാ മഞ്ചൂരിയൻ റെസിപ്പി ചെയ്യുമ്പോൾ നമ്മൾ റെഡ് ചില്ലി സോസാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീൻ ചില്ലി സോസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ റെസിപ്പിയുടെ കളർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ റെഡ് ചില്ലി സോസ് ചേർക്കുന്നത്. നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഗ്രേവി റെഡിയാക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിത് വെജിറ്റബിൾ ഓയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3-4 ബാച്ചായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ആ എണ്ണ കളയേണ്ടി വരും. അപ്പോൾ അധികം എണ്ണ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം.
ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കിനി ഫ്ലെയിം കൂട്ടാം. അപ്പോൾ എണ്ണ വല്ലാതെ പുക വരുന്ന രീതിയിൽ ചൂടാവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ പീസ് ഇടാം. എന്താണെന്ന് വെച്ചാൽ പുക വരുന്ന രീതിയിൽ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ഇടുമ്പോൾ തന്നെ അങ്ങോട്ട് ആ ഇടുന്ന സൈഡ് കുക്കായി പോവും, ബാക്കിയുള്ള ഉൾഭാഗമൊന്നും കുക്കാവില്ല. അപ്പോൾ ഇത് ബോൺലെസ് ചിക്കനിലും ചെയ്യാം, ബോണുള്ള ചിക്കനിലും ചെയ്യാം. ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കോളിഫ്ലവറും ബാക്കിയുള്ള ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ സോയ ചിങ്സ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫ്രൈ ചെയ്യുന്ന പോലെ, ചില്ലി ഗോപിക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഓവറായിട്ടങ്ങ് ഫ്രൈ ആവണ്ട. അപ്പോൾ ഇപ്പോൾ ഈ കളർ കണ്ടില്ലേ, ഈ ഒരു റെഡ് ഷെയ്ഡ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തതുകൊണ്ടാണ്. നമ്മളിതിൽ പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളർ നമുക്ക് കിട്ടില്ലായിരുന്നു. പിന്നെ വൈറ്റ് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട പീസുകളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം, രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വൈകിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതെങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഫ്രിഡ്ജിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാറില്ല. ഞാൻ ഇതിന് മുന്നേ ചിക്കൻ്റെ റെസിപ്പി ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ഇഷ്ടമല്ല. മാരിനേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്ന ചിക്കൻ കറിയാക്കി കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റിന് ഡിഫറൻസ് വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. വല്ലപ്പോഴും അത്രയ്ക്ക് നമുക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ, ഇല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെയാണ് ചിക്കൻ യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വാഷ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ സോഫ്റ്റ് ആവാനായിട്ട് നമ്മൾ കുറച്ച് തൈര് ചേർത്തിട്ട് ചിക്കൻ മിക്സ് ചെയ്ത് വയ്ക്കുക. നന്നായി വാഷ് ചെയ്തെടുത്തതിന് ശേഷം ചിക്കൻ മിക്സ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി എടുത്തിട്ട് ഏത് റെസിപ്പി ആണെങ്കിലും ചിക്കൻ്റെ എല്ലാ റെസിപ്പികളും ചെയ്യുമ്പോൾ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ പീസായിരിക്കും നമ്മുടെ കറിയിൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ്റെ മൂന്നാമത്തെ ബാച്ച് ഫ്രൈ ചെയ്യാണ്. ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ക്യാമറയുടെ മെമ്മറി ഫുള്ളായി പോയി. പിന്നെ വീഡിയോസൊക്കെ പോപ്പ് ചെയ്തൊക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. വല്ലാതെ അങ്ങ് കളർ ചേഞ്ച് ആയി പോയിട്ടില്ല. അതുപോലെ തന്നെ ചിക്കൻ ഫുള്ളായിട്ട് കുക്കായിട്ടില്ല, ഒരു 70% കുക്കായിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിൽ നിന്ന് കുറച്ച് എണ്ണ വേറൊരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് എടുത്തിട്ടുണ്ട്, ഇതും കൂടി ചേർക്കാം. ഗ്രീൻ നമ്മൾ ഇപ്പോൾ ചേർക്കില്ല, ആ സ്പ്രിംഗ് ഓണിയൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ വൈറ്റ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് കുക്കായി വരണം, ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരണം വെളുത്തുള്ളിയുടെ. അപ്പോൾ ഞാൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയാൻ വിട്ടുപോയി. എനിക്ക് മിക്കവാറും പറ്റുന്നൊരു അബദ്ധമാണ്. ഞാൻ ക്യാപ്സിക്കം എടുത്തു വയ്ക്കും, പറയാൻ മറന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ക്യാപ്സിക്കം എടുത്തു വെച്ചിരുന്നു, കട്ട് ചെയ്യാനും ഇൻഗ്രീഡിയൻസിൽ പറയാനും മറന്നുപോയി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചിക്കന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കന് വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്, അതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ വെളുത്തുള്ളി കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഇനി ഈ സവോള ഒന്ന് കുക്കായി വരട്ടെ. കുക്കാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഒരുപാടങ്ങ് നമ്മൾ മറ്റുള്ള ചിക്കൻ കറികൾ അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിക്കൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ വല്ലാതെ അങ്ങ് ബ്രൗൺ ഷെയ്ഡായി പോകേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മളിപ്പോൾ ഉപ്പും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോസുകൾക്കൊക്കെ ഉപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് സോസുകളെല്ലാം ചേർത്തതിന് ശേഷമേ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ സവാള ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർക്കാം. ബാക്കി പകുതി നമ്മൾ പിന്നീടേ ചേർക്കുന്നുള്ളൂ. ഈ ക്യാപ്സിക്കവും ഒന്ന് സോഫ്റ്റ് ആയി വരണം. ഞാൻ ഫ്ലെയിം കുറച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്, അതുപോലെ തന്നെ സോയ സോസ് നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്, പക്ഷെ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചേർക്കാം. വിനീഗർ വളരെ കുറച്ച് ചേർക്കാം. നമ്മൾ ചിക്കനിൽ കുറച്ച് വിനീഗർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ചില്ലി സോസ്. ഇതിൻ്റെ കൂടെയാണ് ഞാനിതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ കളറിനായിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ആ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര. പിന്നെ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. സവാളയ്ക്ക് മധുരമായിരിക്കും കൂടുതൽ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർക്കാം. ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഈ പൊടികളുടെ ആ ഒരു റോ സ്മെല്ലും റോ ടേസ്റ്റും ഒക്കെ മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക.
ഞാൻ ആദ്യമേ പച്ചമുളക് ചേർക്കാതിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വെജിറ്റേറിയൻ മഞ്ചൂരിയൻസ് ഒക്കെ ചെയ്യുമ്പോൾ പച്ചമുളക് ആദ്യം തന്നെ ചേർക്കും, വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ചേർക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ എരിവ് കൂടുതലായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ചില്ലി സോസാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു ചിക്കൻ്റെ കളറ് കുറച്ച് റെഡ് കളർ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില്ലി സോസ് കൂടുതൽ ചേർത്തത്. അപ്പോൾ പച്ചമുളക് അവസാനം ചേർത്തത് അതുകൊണ്ടാണ്, എരിവ് അധികം വരാതിരിക്കാനാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. നമുക്ക് ഏത് രീതിയിലുള്ള ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർക്കാം. കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. ഇതൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ പാർട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം, കുറച്ച് നമുക്ക് ഫൈനൽ ഗാർണിഷിങ്ങിന് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്, തിളച്ചു കുറുകി വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ആഡ് ചെയ്യാൻ പോവാണ്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കുറച്ചുകൂടി കുക്ക് ആവാനുണ്ട്, അതുകൊണ്ടാണ് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഈ ചിക്കനിൽ നന്നായിട്ട് മിക്സ് ആയി ഇരിക്കുന്ന ഗ്രേവിയാണ്, ലൂസായിട്ടുള്ള ഗ്രേവി അല്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വെള്ളം കുറച്ചാണ് ചേർത്തത്, വെള്ളം കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കറക്റ്റായിട്ട് കുക്കായി വരും. അപ്പോൾ നമ്മൾ ചിക്കൻ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ആയി. നമുക്കൊന്ന് തുറക്കാം. നമ്മൾ ഒഴിച്ചിരുന്ന ആ ഒരു സോസുകളെല്ലാം ചിക്കനിലേക്ക് പിടിച്ചു, വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന നമ്മളൊരു ഹാഫ് പോർഷനെ ക്യാപ്സിക്കത്തിന്റെ ചേർത്തിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ബാക്കിയിരിക്കുന്ന ഹാഫ് പോർഷനും കൂടെ ആഡ് ചെയ്യാം. ഇതെന്താ ഇങ്ങനെ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്സിക്കത്തിന്റെ ആ ഒരു പച്ച കളർ മിസ്സായി പോവാതിരിക്കാനാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ റെഡിയായി. അപ്പോൾ ചില്ലി ചിക്കൻ ആണെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്, നമ്മൾ കട്ട് ചെയ്യുന്ന രീതിക്കൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇതിലും ടേസ്റ്റ് ആയിട്ടൊരു ചിക്കൻ മഞ്ചൂരിയൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സെഷ്വാൻ ചിക്കൻ മഞ്ചൂരിയൻ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ ഉറപ്പായിട്ടും കാണുക, അതൊന്നും ഉണ്ടാക്കി കഴിക്കുക. അതിന് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ പോലും അത്രയും പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയൻ കിട്ടില്ല. അപ്പോൾ സെഷ്വാൻ സോസ് ഉണ്ടാക്കുന്ന വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. അത് കഴിഞ്ഞിട്ടാണ് സെഷ്വാൻ ചിക്കൻ മഞ്ചൂരിയനും സെഷ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസും ചെയ്തത്. അത് രണ്ടും വളരെ ടേസ്റ്റ് കൂടിയ 2 റെസിപ്പീസാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിന്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ സ്പ്രിങ്കിൾ ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കിയിട്ട് ഫ്രൈഡ് റൈസിന്റെയോ ചപ്പാത്തിയുടെ അപ്പത്തിന്റെയോ ആ ഇഷ്ടമുള്ള ഡിഷിന്റെ കൂടെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.